റിബൽ മൂൺ പാർട്ട് 2 ദ സ്കാർ ഗിവർ. സാക്സണിന്റെ ഫിലിമോഗ്രഫിയിലെ ഏറ്റവും വോസ്റ്റ് സ്ക്രീൻ പ്ലേ ഉള്ള മൂവിയാണ് റിബൽ മൂൺ പാർട്ട് 2. കമ്പയർ ടു റിബൽ മൂൺ പാർട്ട് 1 വെച്ച് നോക്കുമ്പോൾ വളരെ ശോകമായിട്ടുള്ള, അതായത് നമ്മൾ കണ്ടുമടുത്ത ഒരു സ്ക്രീൻ പ്ലേ, ഒരു സ്റ്റോറി ഉള്ള ഒരു മൂവിയാണ്. ഇപ്പൊ പാർട്ട് 1 എടുത്ത് നോക്കുവാണെങ്കിൽ തന്നെ പാർട്ട് 1 അത്ര കിടിലം സ്റ്റോറി എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷെ നമുക്ക് കണ്ടിരിക്കാൻ പറ്റിയ കുറച്ച് കാര്യങ്ങളുണ്ട്. ആ ഒരു സ്റ്റോറിയും ആ ഒരു സ്റ്റോറിയുടെ നരേഷനും ആ ഒരു ടീം ഫോം ചെയ്യുന്നതും അവർ പോകുന്നതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് നൈസ് ആയിരുന്നു. ആൻഡ് ആ ഒരു മൂവിയുടെ മേക്കിംഗ് ആണ് കുറച്ചുകൂടി മുമ്പിൽ നിന്നത്. കാരണം കിടിലം മേക്കിംഗ് ആയിരുന്നു. സിനിമാറ്റോഗ്രഫി ആയാലും കളറിംഗ് ആയാലും ഫൈറ്റ് സീക്വൻസ് അങ്ങനത്തെ ആ ഒരു ടെക്നിക്കൽ വൈസ് ഒക്കെ അടിപൊളിയായിരുന്നു. റിബൽ മൂൺ 1. റിബൽ മൂൺ 2 നോക്കുവാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ആ ഒരു ടെക്നിക്കൽ വൈസ് ആയാലും ക്യാമറ ആയാലും ആ ഒരു മേക്കിംഗ് ആയാലും എല്ലാം അടിപൊളിയാണ്. അടിപൊളി എന്ന് പറഞ്ഞാൽ കിടിലമാണ്, നൈസാണ്. ആയാലും എൻ്റെ മൂവി കിടിലുമായിട്ടാണ് മേക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷെ എത്ര ഒരു മേക്കിംഗ് ക്വാളിറ്റി ഉണ്ടെന്ന് പറഞ്ഞാലും ആ ഒരു മൂവിയുടെ ബേസ് അല്ലെങ്കിൽ ആ ഒരു സ്റ്റോറി എന്ന് പറയുന്ന സാധനത്തിന് ഒരു സ്ട്രോങ് ഇല്ലെങ്കിൽ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ തന്നെ മടുക്കും. അങ്ങനത്തെ രീതിയിൽ നമ്മൾ കണ്ടുമടുത്ത ഒരു ക്ലീഷേ ടെംപ്ലേറ്റ് സ്റ്റോറി ഉള്ള ഒരു മൂവിയാണ് റിബൽ മൂൺ 2. ആ ഒരു 10-15 വർഷം മുമ്പുള്ള ഒരു സ്റ്റോറി ഒക്കെ ഉണ്ടല്ലോ, ഒരാൾ റിവഞ്ചിന് വേണ്ടി വരും, അത് ഡിഫെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു ടീം, സോ പിന്നീട് നടക്കുന്ന കാര്യങ്ങൾ, അതേ സ്റ്റോറി ലൈനാണ് ഈ ഒരു മൂവിയിലോട്ട് വരുമ്പോഴും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സാക് സ്നൈഡറിന്റെ ഫിലിമോഗ്രാഫി ഏറ്റവും വേസ്റ്റ് സ്ക്രീൻ പ്ലേ എന്നുള്ള കാര്യം. കാരണം അതായത് ഭയങ്കര പ്രെഡിക്റ്റബിൾ ആണ്. നമ്മൾ സിനിമ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഈ ഒരു മൂവി എങ്ങനെയൊക്കെ കൊണ്ട് എൻഡ് ചെയ്യുന്നു. അങ്ങനത്തെ രീതിയിലാണ് ആ ഒരു മൂവിയുടെ സ്റ്റോറി ടെല്ലിംഗ് തന്നെ പോകുന്നത്. സെക്കൻഡ് പാർട്ടിന്റെ ഒരു ആവശ്യമില്ലാന്ന് തോന്നിയ ഒരു മൂവിയും കൂടിയാണ് റിബൽ മൂൺ എന്ന് പറയുന്നത്. കാരണം ഫസ്റ്റ് പാർട്ടിൽ തന്നെ അങ്ങ് എൻഡ് ചെയ്യാൻ പറ്റിയ സ്റ്റോറിനെ കുറച്ചും കൂടി വലിച്ചു നീട്ടി ആ ഒരു ഫസ്റ്റ് പാർട്ടിൽ ആന്റഗോണിസ്റ്റ് ആ റിവെഞ്ചിന് വേണ്ടി തിരിച്ചു വരെയും ഈ വില്ലേജിലുള്ളവരും അല്ലെങ്കിൽ ഇവർ ആ കാര്യം ഡിഫെൻഡ് ചെയ്യുന്നൊക്കെയാണ് ആ ഒരു മൂവി സംസാരിക്കുന്നത്. സോ ഇതിന്റെ ഒരു ആവശ്യമില്ലായിരുന്നു. ഫസ്റ്റ് പാർട്ടിൽ തന്നെ എൻഡ് ചെയ്തിരുന്നെങ്കിൽ ഈ കാര്യങ്ങൾ തീർന്നേനെ. ഫസ്റ്റ് പാർട്ടിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മൂവിൽ ഒന്നുമില്ല. ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് നമുക്ക് ജസ്റ്റ് കണ്ടിരിക്കാൻ പറ്റിയ കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ കാണിക്കുന്നുണ്ട്. ഈ ഒരു മൂവിയിൽ അതുപോലും ഇല്ല. നമ്മൾ ചില സീക്വൻസ് ഒക്കെ നമ്മളിങ്ങനെ സ്കിപ്പ് ചെയ്ത് പോകുന്നു. അങ്ങനത്തെ രീതിയിലാണ് ഈ ഒരു സ്റ്റോറി ടെല്ലിംഗ് പോണത്. മേക്കിംഗ് വൈസ് അടിപൊളിയാണ്. ആ ഒരു കാര്യത്തിന് വേണ്ടി മാത്രം കാണാൻ പറ്റിയ ഒരു മൂവിയാണ്. ഇപ്പം ഫസ്റ്റ് പാർട്ടായാലും സെക്കൻഡ് പാർട്ടായാലും ആ ഒരു ആക്ഷൻ സീക്വൻസും ആ ഒരു മൂവിയുടെ മേക്കിംഗ് ഒക്കെ അടിപൊളിയായിട്ട് വൻ ക്വാളിറ്റി ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ വലിയൊരു ബഡ്ജറ്റുള്ള ഒരു മൂവിയാണ്, വലിയൊരു സ്റ്റാർ കാസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു മേക്കിങ്ങിലും ആ ഒരു ക്വാളിറ്റിയിലും ഒന്നും ഒരു വിട്ടുവീഴ്ച വന്നിട്ടില്ല. അതൊക്കെ വളരെ നൈസ് ആയിട്ട് തന്നെ പുള്ളിക്കാരൻ ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷെ ആ ഒരു മൂവിയുടെ ബേസ് എന്ന് പറഞ്ഞ സാധനം ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഓക്കെ ഫൈൻ എന്ന രീതിയിൽ, അതായത് ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കാണാൻ പറ്റിയ ഒരു സെക്കൻഡ് പാർട്ട് അത്രേ ഉള്ളൂ. അല്ലാതെ നിങ്ങൾ മസ്റ്റ് ആയിട്ട് കാണണം, സാക് സ്നൈഡറിന്റെ ഒരു ഫിലിമാണ് സോ കണ്ടിരിക്കണം എന്ന് പറയാൻ പറ്റിയ ഒന്നും തന്നെ ഈ ഒരു മൂവിയിലില്ല. കാരണം നല്ല രീതിയിലുള്ള ഡിസപ്പോയിന്റ് ആണ് ഈ ഒരു മൂവി കാണുന്നത്. കാരണം നമ്മുടെ ഒരു ഫേവറേറ്റ് ഡയറക്ടറുള്ള ഒരാളാണ് സാക് സ്നൈഡർ എന്ന് പറയുന്നത്. പുള്ളിക്കാരന്റെ ഒരു മൂവി എന്ന് പറയുമ്പോൾ നമുക്കൊരു എക്സ്പെക്ടേഷൻസ് ഒക്കെ ഉണ്ടല്ലോ. സോ അതൊക്കെ വെച്ച് പോകുമ്പോൾ ഒന്നും തന്നെ ഈ മൂവിക്ക് തരാൻ സാധിച്ചിട്ടില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. സോ ഓൾറെഡി ഈ ഒരു മൂവി കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണെന്ന് വെച്ചാൽ കമന്റ് ചെയ്യും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.